ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വർത്തമാനകാല മൂല്യം നിശ്ചയിക്കുന്നത് തുടക്കത്തിൽ അത് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളും ഇന്നത്തെ കാലത്ത് എത്രമാത്രം പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നു എന്നതിൻ്റെ കൂടിയടിസ്ഥാനത്തിലാണ്. ഗുരു ഉയർത്തിക്കാട്ടിയ ഭേദചിന്തയില്ലാത്ത ലോകം ആ ആശയത്തിൻ്റെ വെളിച്ചമാവണം എന്നും വഴികാട്ടി. മനുഷ്യനെ ഭിന്നിപ്പിച്ച് നേട്ടം കൊയ്യുന്നതിന് തക്കം പാർത്തിരിക്കുന്ന വർഗീയ ശക്തികൾ നമ്മുടെ രാജ്യത്ത് പൊതുവെ മേൽക്കൈ നേടിയിട്ടുള്ള ഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഭേദചിന്തകൾക്കതീതമായി എല്ലാവരെയും ഒരുമിപ്പിച്ച ഗുരുവിൻ്റെ ചിന്തകൾക്ക് വർദ്ധിച്ച പ്രസക്തിയുള്ള കാലമാണിത്. ആ നിലക്ക് ഗുരു തുടക്കം കുറിച്ച SNDP യോഗത്തിനും അതിന് സാരഥ്യം വഹിക്കുന്നവർക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുണ്ട്. ഏതിനെതിരൊക്കെയായിരുന്നോ ഗുരു ശബ്ദമുയർത്തിയിരുന്നത് ആ കാര്യങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്സിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ പൂർണ്ണ ചുമതലാബോധത്തോടെ അത്തരം കാര്യങ്ങളെ എതിർക്കാൻ ഗുരുദർശനം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അപരമത വിദ്വേഷം, വെറുപ്പ് ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ച് കുപ്രചരണങ്ങൾ നടത്തി സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അന്തരീക്ഷം തകർക്കാൻ ചിലർ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബോധപൂർവം കലാപങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന കാലമാണിത്. അതിൻ്റെ മറ്റ് ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലതുണ്ടാവും. മതപരമായ ആഘോഷങ്ങളെയടക്കം ഇത്തരക്കാർ അക്രമത്തിനുള്ള അവസരമാക്കി മാറ്റുന്നതായി നാം കാണുകയാണ്. ഈ കഴിഞ്ഞ ഹോളി രാജ്യം വലിയ തോതിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണത്. ആ ഹോളി ആഘോഷവേളയിൽ പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗങ്ങളും ആക്രമിക്കപ്പെട്ടത് നാം കാണുകയുണ്ടായി. സംഘർഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭരണാധിപന്മാരുടെ നടപടികളും നിർഭാഗ്യവശാൽ നമുക്ക് കാണേണ്ടി വന്നു. എന്നാൽ നമ്മുടെ നാട്, ഭേദചിന്തയില്ലാതെ കഴിയുന്ന നാട്, ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ഏറ്റുവാങ്ങിയ നാട് എങ്ങനെ മാതൃകയായി നിൽക്കുന്നു? ഇവിടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഹോളി ആഘോഷവേളയിൽ മുസ്ലിം പള്ളികൾ ടാർപോളിൻ ഷീറ്റിനാൽ മറക്കപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കണ്ടു. എന്നാൽ നമ്മുടെ നാട്ടിൽ പൊങ്കാല പള്ളിമുറ്റത്തിടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. നോമ്പുതുറ അമ്പലമുറ്റത്ത് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതാണ് മതനിരപേക്ഷ കേരളത്തിൻ്റെ ശക്തി. ആ ശക്തി ഗുരുദർശനത്തിൽ നിന്ന് കിട്ടിയതാണ് എന്ന് നാം മനസ്സിലാക്കണം. മതേതരത്വവും സാമുദായിക സൗഹാർദ്ദവും സാഹോദര്യവും അത്രത്തോളം ഉയർത്തിപ്പിടിക്കുന്നതാണ് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം. ഇതാണ് ഗുരുവിൻ്റെ പൈതൃകത്തിൽ നിന്നുള്ള പാഠം. ഇത് ചിലർക്ക് സഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ നീങ്ങുന്നു. പുരോഗമന കേരളത്തിൽ ഒരു കാലത്ത് കെട്ടടങ്ങിയിരുന്ന വർഗീയതയുടെ ആശയങ്ങൾ യാതൊരു മറയും കൂടാതെ ഇന്ന് പുറത്തു വരുന്നു. ഗുരുവിൻ്റെ നാട്ടിൽ, ഗുരുവിൻ്റെ നാടെന്ന് പറയുമ്പോൾ ജാതി ചോദിക്കരുത്, പറയരുത്,
ചിന്തിക്കരുത് എന്ന് പഠിപ്പിച്ചതാണ് ഗുരു. ആ ഗുരുവിൻ്റെ നാട്ടിൽ ചിലർ ജാതി പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നു. ഉന്നതകുലജാതനായി പിറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിലർ പരിതപിക്കുന്നു. പറ്റുമെങ്കിൽ അടുത്ത ജന്മം ഒരു പൂണൂൽധാരിയായി പിറക്കണമെന്ന് പറയുന്നു. എന്താണിത്? മലയാളിയുടെ മനസ്സിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കുത്തിനിറക്കാൻ ശ്രമിക്കുകയാണ്. നാടിനെ പിന്നോട്ട് നടത്താനാണ് നോക്കുന്നത്. അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നതും ഇത്തരക്കാർ ലക്ഷ്യമിടുകയാണ്.